സന്ധ്യാസമയത്ത് ദൂരത്തും ചാരത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും യേശു കർത്താവിനെ കുറിച്ച് ആ സന്ദേശമാണ് നിങ്ങളോട് പറയാൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഉള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനുടെ ജീവിതത്തിലെയും സമാധാനമില്ല, ഏത് മനുഷ്യനുടെ ജീവിതത്തിലെയും സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ പ്രിയപ്പെട്ടവരെ നാം മുന്നോട്ട് പോകുന്നത്. എത്ര ധനവാനായ ജീവിതമായാലും ജീവിതത്തിൽ എടുത്ത രോഗങ്ങൾ, ദുഃഖങ്ങൾ, രോഗത്തിനുടെ എണ്ണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് സമാധാനമറ്റ് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം നീങ്ങുന്നത്. ഓരോരോ വ്യക്തി ജീവിതങ്ങളെ നാം ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും സമാധാനമുണ്ടോ ഇല്ല. പക്ഷേ ഇന്ന് ഈ വൈകുന്നേരം ഞാൻ വിളിച്ചു പറയാൻ വന്നിരിക്കുന്നത് ലോകത്തിനുടെ പാപം ചുമക്കുവാൻ കുഞ്ഞാടിന്റെ രക്തം ആ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാൽവാരിയിൽ യാഗമായി തീർന്ന ആ യേശു കർത്താവ് ഏത് മനുഷ്യനെയും സ്നേഹിക്കുന്ന ദൈവമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം അയച്ചു ഞാൻ പോകുന്നു. അത് ലോകം കൊടുക്കുന്ന സമാധാനമല്ല, ഈ ലോകം കൊടുക്കുന്ന സമാധാനമല്ല. സമാധാനം എന്ന് പറയുന്നത് അടുത്തുള്ള കടകളിലൊക്കെ നമ്മൾക്ക് മേടിക്കാൻ പറ്റത്തില്ല. 1 കിലോ പഞ്ചസാര ചോദിച്ച 1 കിലോ പഞ്ചസാര കിട്ടും, അരി ചോദിച്ച അരി കിട്ടും. മനുഷ്യനുടെ ജീവിതത്തിൽ സമാധാനം കിട്ടോ ഇല്ല. ഇന്ന് മനുഷ്യനുടെ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്, എവിടെല്ലാമോ ഓടി നടക്കുന്നുണ്ട്. സമാധാനം എന്ന് പറയുന്നത് മനുഷ്യനുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാത്ത ഒരു സമയമാണ് ഈ കാലഘട്ടങ്ങൾ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, കുഞ്ഞുങ്ങളെ, ഇന്ന് സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ മനുഷ്യനുടെ സമാധാനത്തിന് വേണ്ടി അല്പസമയത്തിന് വേണ്ടി ഇന്ന് മദ്യപിക്കുന്നുണ്ട്, ലഹരി കഴിക്കുന്നുണ്ട്, ഭോഗവസ്തുക്കളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ആ മദ്യപിക്കുന്ന സമയം മാത്രം അവരുടെ ബോധം കെട്ട് എന്തോ സമാധാനം കിട്ടിയതുപോലെ അവരായിരിക്കുന്നത്. പക്ഷെ ബോധമൊക്കെ തെളിഞ്ഞു വരുന്ന സമയം അവർ ചിന്തിക്കുന്നുണ്ട് പഴയത് തന്നെ ആ സമാധാനമില്ലാത്ത അവസ്ഥയിൽ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ വിളിച്ചു പറയുന്നത്, മദ്യപാനം കൊണ്ട് സമാധാനം കിട്ടത്തില്ല, ലഹരി കൊണ്ട് സമാധാനം കിട്ടത്തില്ല, ബോധവസ്തുക്കൾ കൊണ്ട് സമാധാനം കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ സമാധാനത്തിന്റെ ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ, ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. യേശു കർത്താവാണ് ഓരോരോ മനുഷ്യർക്കും സമാധാനം കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയാൻ വന്നത്. നമുക്കറിയാം, നിങ്ങളുടെ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ, യാത്രകളിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെല്ലാമോ പ്രതിസന്ധികളുണ്ട്, എന്തെല്ലാമോ സമാധാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് ചിലപ്പോ വീട്ടിനകത്ത് നിങ്ങൾ ചിന്തിക്കാം, എന്റെ ജീവിതത്തിൽ സമാധാനമില്ലല്ലോ, എന്റെ ജീവിതത്തിനുടെ ശരീരത്തിൽ രോഗം ബാധിച്ച് എനിക്ക് സമാധാനമില്ലല്ലോ, എന്റെ മക്കളെ കൊണ്ട് എനിക്ക് സമാധാനമില്ലല്ലോ. ഇന്ന് സമാധാനത്തിനുടെ ഒറ്റ ഒരു വഴിയേ ഉണ്ട്, സർവശക്തനായ യേശു കർത്താവാണ്. ഈ ലോകം തരുന്ന ഒരു സന്തോഷമല്ല, ലോകം തരുന്ന ഒരു സമാധാനമല്ല. എന്റെ യേശു കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന യാരെയും ദൈവം ഉപേക്ഷിക്കാത്ത ദൈവമാണ്, കൈവിടാത്ത ദൈവമാണ്. അതെ, ഇന്ന് ആ ദൈവത്തെയാണ് നിങ്ങളോട് വിളിച്ചു പറയുന്നത്. യേശു കർത്താവ്
സമാധാനം കൊടുക്കുന്ന ദൈവമാണ്. മാതാവേ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലയോ? പ്രിയ പിതാക്കന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലയോ? ജീവിതത്തിൽ സ്വസ്ഥതയില്ലയോ? ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആകെ തകർന്നിരിക്കണം. പക്ഷേ ഇന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളോട് വിളിച്ചു പറയുന്നത് യേശു കർത്താവ് സമാധാനം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഇതുവരെ അന്ത്യ കാലഘട്ടമാണ്. നമുക്കറിയാം, സമാധാനമില്ലാത്ത മനുഷ്യൻ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. ഏത് വീട്ടിലെയും സമാധാനമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ യൂട്യൂബിനകത്ത് കിടക്കുന്ന ന്യൂസ് എടുത്തു നോക്കുമ്പോൾ ഇന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് സമാധാനമില്ല. ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല. ഭർത്താവ് ഭാര്യയെ കൊണ്ട് സമാധാനമില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ സൂക്ഷ്മത എന്താണ്? ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അത് നഷ്ടപ്പെടേണ്ട കാരണം എന്താണെന്നറിയാമോ? മനുഷ്യനകത്ത് സ്നേഹമില്ലായ്മ കാരണമാണ്. എന്റെ യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. ഇന്ന് ഒരു വ്യക്തിയെ കണ്ട് ഒരു വ്യക്തിക്ക് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പണ്ടത്തെ ഉള്ള കാലഘട്ടത്തിൽ അങ്ങനെ അല്ല. പക്ഷെ ഈ കാലഘട്ടങ്ങൾ വല്ലാത്ത ഒരു കാലഘട്ടങ്ങളാണ്. വല്ലാത്ത ഒരു മേഖലയിലകത്താണ് കടന്നു പോകുന്നത്. പ്രിയ സഹോദര, ഇന്ന് വൈകുന്നേരം ചിന്തിക്കേണ്ടിയ ഒരു കാലമാണ് ഈ കാലഘട്ടങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ആരും ഉപേക്ഷയായി ഹല്ലേലൂയ വിചാരിക്കരുത്. അല്പസമയം നിങ്ങൾ ചിന്തിച്ച ഹല്ലേലൂയ, സ്തോത്രം, ഈ യേശു കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. അതാണ് ലോകം കൊടുക്കാതെ ഒരു സമാധാനമാണ്, ലോകം കൊടുക്കാതെ ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ആരെങ്കിലും മനസ്സ് തകർന്ന് ഹല്ലേലൂയ രോഗത്തോട് പ്രയാസത്തോട് ഹല്ലേലൂയ, സ്തോത്രം ആയിരിക്കുന്ന എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, രോഗം കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. രോഗം കൊണ്ട് പല ഹല്ലേലൂയ, സ്തോത്രം ഡോക്ടർമാരെ ഞാൻ കണ്ടു, മരുന്നൊക്കെ മേടിച്ചു. എന്റെ ജീവിതത്തിൽ ആരോഗ്യമില്ല, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിതാക്കന്മാരെ, അമ്മമാരെ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഹല്ലേലൂയ വൈകുന്നേരം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടത്തിൽ നിങ്ങൾ വിശ്വാസത്തോട് വന്ന് യേശുവേ എന്ന് നിങ്ങൾ വിളിച്ച, യേശുവേ എന്നെ സൗഖ്യമാക്കണം, എന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളുടെ മുൻപിൽ അറിയിക്കുന്ന ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 8 വയസ്സിൽ മരണപ്പെട്ടു പോകേണ്ടിയ എന്നെയാണ് ഇന്ന് ജീവനോട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കേരളത്തിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്നെ 8 വയസ്സിൽ അന്ന് മൺമറഞ്ഞു പോകേണ്ടിയ എന്നെ ഇന്ന് ജീവനോട് നിർത്തിയിരിക്കുന്നത് യേശു കർത്താവാണ്. ആ ദൈവത്തെയാണ് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റും? ഇന്ന് ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എന്നെ സൗഖ്യമാക്കണം, എനിക്ക് ഒരു സമാധാനം വേണം എന്ന് അങ്ങനെ പറയുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ഈ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന പ്രിയ കർത്താവേ, സഹോദര സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്,
സമാധാനം കർത്താവിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഹൃദയത്തിൽ സമാധാനത്തിന് വേണ്ടി എവിടെല്ലാമോ അലഞ്ഞു നോക്കിയിട്ട് സമാധാനമില്ലാത്ത നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ട് കർത്താവേ. അവരുടെ മേലെ യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങൾ മാറട്ടെ. എല്ലാ രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. അവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. അവരുടെ ബലഹീനത മാറട്ടെ. അവർ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. യേശു കർത്താവിന്റെ നാമത്തിൽ അവരായിരിക്കുന്ന ഇടത്തിൽ എന്റെ യേശു കർത്താവിന്റെ കരം ചെന്ന് അവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കാനുള്ള ബുദ്ധി കൊടുത്താൽ എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ. അതിലെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ വൈകുന്നേരം ഈ എളിയവர்களை കർത്താവേ ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ കടന്നു വരുവാൻ സ്വർഗ്ഗം സഹായിച്ച കൃപയ്ക്കായി നന്ദി. അതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പകുതിയിൽ വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് നിങ്ങളുടെ എന്ത് നിങ്ങൾക്ക് വിഷയമുണ്ടെങ്കിലും ഞങ്ങൾ അടുത്തല്ല താമസിക്കുന്നത്, ഞങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയമുണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.